ഹലോ. എന്താ? അല്ല, നീ എവിടെ പോയിട്ട് വരുവാ? ഞാൻ ഷോപ്പിങ്ങിന് പോയതാ. നിങ്ങൾ എവിടെ പോയതാ മനുഷ്യ? ഞാൻ ഷോപ്പിങ്ങിന് പോയി. ഷോപ്പിങ്ങാ? നിനക്ക് ആവശ്യമുള്ള സാധനത്തിന് നീ ഷോപ്പിൽ പോയി, എനിക്ക് ആവശ്യമുള്ള സാധനത്തിന് ഷാപ്പിൽ പോയി. എനിക്ക് ആവശ്യമുള്ള സാധനം ഷാപ്പിൽ കിട്ടത്തുള്ളൂ. അതിന് ഇത്ര ചൂടാവേണ്ട കാര്യം. എന്റെ മനുഷ്യൻ, നിങ്ങളെ കാത്തി ഞാൻ ഈ വഴിയിൽ ഒറ്റയ്ക്ക് എത്ര നേരമായി നാണം കെട്ട് നിൽക്കുകയാണെന്ന് അറിയോ? ഇത്രയും സ്റ്റാൻഡേർഡ് ആയിട്ട് നീ പിന്നെ നാണം കേട്ടോ? അങ്ങനെ സംസാരിക്കാതെ ഞാനിപ്പോ ബാർബൂട്ട സപ്ലയറെ വായിരിക്കുന്നത് മുഴുവൻ കേട്ട് എനിക്കൊരു നാണോ ഇല്ലല്ലോ. നാണോ ഇച്ചിരിയെങ്കിലും ഉണ്ടെങ്കിലല്ലേ നാണക്കേടുണ്ടാവത്തുള്ളൂ. എനിക്ക് നാണം ഇല്ലാത്തോണ്ടാ ഞാൻ നിന്നെ കെട്ടി കേട്ടാ. കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട, വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കും. ഒന്നും മിണ്ടുന്നില്ല ഞാൻ. ഞാൻ മിണ്ടത്തില്ലെന്ന് നീ പിണങ്ങാതെ. എന്റെ മനുഷ്യൻ, എന്റെ ഒപ്പം വരുമ്പോഴെങ്കിലും കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് നിങ്ങളൊന്ന് നടക്കാൻ നോക്ക്. സ്റ്റാൻഡേർഡ് കാര്യം വന്നിരിക്കുന്നു. ഒരു ഭാര്യയുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാനുള്ള സാമാന്യ സെൻസ് ഒക്കെ എനിക്കുണ്ട് കേട്ടോ. വന്ന് പിണങ്ങാതെ മറ്റുള്ളവർ ഹലോ ഹലോ വൈകിട്ട് വന്നായി. ഒരു മിനിറ്റ് നീ കുഴപ്പമില്ല. ഒരു മിനിറ്റ് നീ അങ്ങോട്ട് പറഞ്ഞ പോലെ തന്നെ വൈകിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ നീക്കാന്ന്. മൂന്നുപേരും വന്നിട്ട് നമുക്ക് സംഭവങ്ങളെല്ലാം പറഞ്ഞങ്ങോട്ട് തീർക്കാന്ന്. അത്ര ഉള്ളു കേസ്. തീപ്പെട്ടി 3 അവിടെ ഇവിടെ തീപ്പെട്ടി ഇല്ലടാ, നിന്നോടല്ലടാ ഇവിടെ പറഞ്ഞതാ. ഓക്കെ, വൈകിട്ട് കാണാം. ഓക്കേടാ, നമുക്ക് എളുപ്പം പോവാന്ന്. അവന് തീപ്പെട്ടി കൊടുക്കാം. അതെ, ഈ തീപ്പെട്ടി തന്നോണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. അല്ല, എന്റെ ഈ സാധനമില്ല, അതുകൊണ്ട് ഇല്ലാത്തവർക്ക് ഉള്ളവർ തന്നെയല്ല. വേറെ ബുദ്ധിമുട്ടൊന്നും അറിയോ? നിങ്ങളുടെ സ്വഭാവം പിന്നെ വേറെ ഒരാൾക്കുണ്ടാവണം ചേട്ടാ, ഒരു ബുദ്ധിമുട്ടില്ല. ഓക്കെ, ചില ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്നേ. ഒരു ബുദ്ധിമുട്ടില്ല. അല്ല, നമ്മൾ അറിയേണ്ട ബുദ്ധിമുട്ടുണ്ടാവുന്നു. നീ ചുമ്മാ ചേട്ടൻ തരില്ലല്ലോ. ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഒരു ബുദ്ധിമുട്ടില്ല. ഓക്കെ വിട്ടോ. അപ്പൊ തീപ്പെട്ടി കൊടുക്ക്, തീപ്പെട്ടി കൊടുക്ക്. വിട്ടോ. ഈ തീപ്പെട്ടി ഞാൻ അവനോട് മേടിച്ചപ്പോ അവനെന്തോ ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്നേ. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾ തീപ്പെട്ടി തരുവോ? അവനെന്തോ ഒരു വൈരാഗ്യമുള്ള ഒരാളോട് പെരുമാറുന്ന പോലല്ലേ അവൻ എന്നോട് പെരുമാറും. വൈരാഗ്യം ഉണ്ടെങ്കിൽ ചിരിച്ചോണ്ട് തരില്ലല്ലോ തീപ്പെട്ടി. ഞാൻ അവനോട് തീപ്പെട്ടി ചോദിച്ചപ്പം അവൻ എന്തോ എന്നെ അവോയ്ഡ് ചെയ്യുന്ന പോലെ പെട്ടെന്ന് തീപ്പെട്ടി തന്നിട്ട് ഒക്കെ ശരി പിന്നെ കാണാം എന്ന് പറയേണ്ട കാര്യമൊന്നും. അപ്പൊ അവനെന്തോ വൈരാഗ്യം എന്തോ നീ മിണ്ടണ്ട. എനിക്ക് കാണുമ്പോൾ അറിയാം, എനിക്ക് സാമാന്യ ബോധമുണ്ട്. അതെ, താൻ ഈ തീപ്പെട്ടി എനിക്ക് തന്ന് വല്ല ബുദ്ധിമുട്ടുമല്ലോ? ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്നറിയോ? ഇപ്പൊ എല്ലാവരും ഒന്നും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. പലർക്കും പല സ്വഭാവമാണ്. എനിക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം. എന്റെ ഇല്ലാത്തതുകൊണ്ടാണ്. ഇല്ല ചേട്ടാ, ഒരു ബുദ്ധിമുട്ടില്ല. ആ ചേട്ടൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്നേ. അല്ല, ഞാൻ പറയാം ഒരു കാര്യം ഞാൻ പറയാം. അവൻ ഈ തീപ്പെട്ടി എനിക്ക് തന്നതിനകത്ത് എന്തോ ഒരു വൈരാഗ്യം പോലെ എനിക്ക്. വൈരാഗ്യം ഉണ്ടെങ്കിൽ പിന്നെ ഇത്ര സന്തോഷത്തോടെ ചോദിച്ചപ്പോ തന്നെ എടുത്ത് തരുവോ? അങ്ങനെ സംസാരിക്കില്ലേ? ഞാനിപ്പോ അവനോട് ചോദിച്ചോളാൻ അവൻ തീപ്പെട്ടി പെട്ടെന്ന് തന്നെ അവോയ്ഡ് ചെയ്യേണ്ട കാര്യം. അതുകൊണ്ടാ ഫോൺ ചെയ്തെന്നും പറഞ്ഞ പിന്നെ എന്നെ അവോയ്ഡ് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്ക് എടുത്ത് തരുന്നത് എന്നെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അവനെന്തോ അങ്ങനെ ഇല്ലെന്നേ, ഒരു വൈരാഗ്യം ഇല്ല ചേട്ടന്. നീ ആണാ തീരുമാനിക്കുന്നത് വൈരാഗ്യം ഇല്ലെന്നു? അവന്റെ ടോൺ കേൾക്കുമ്പോ നീ എന്നോട് പറഞ്ഞ പോയെന്ന് പറഞ്ഞൊന്ന് പറഞ്ഞോട്ടെ. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. നിങ്ങോട്ട് വന്നേ, ഞാൻ പറയട്ടെ. അതല്ല, ഞാൻ ചോദിച്ചിട്ട് വരാം. ഈ തീപ്പെട്ടി കൊടുക്കണം, കത്തിക്കുന്നതിന് മുമ്പ് തീപ്പെട്ടി കൊടുത്തിട്ട് വേഗം വന്നേ. അതെ, എന്തേലും വൈരാഗ്യമോ എന്തെങ്കിൽ എന്നോട് സംസാരിക്കണം, തുറന്ന് സംസാരിക്കണം. അല്ല, നമ്മൾ കത്തിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. എന്റെ ചേട്ടാ, എനിക്ക് ചേട്ടനോടൊരു പ്രശ്നമില്ല, ഒരു വഴക്കും. അല്ല, പെട്ടെന്ന് എടുത്ത് ഇങ്ങോട്ട് തന്നപ്പോഴും ഞാൻ വിചാരിച്ചേ എന്തോ ഒരു ഒരു വൈരാഗ്യം ഇല്ല. ഒരു വൈരാഗ്യം കിട്ടോ? അയാൾക്ക് ഒരു വൈരാഗ്യം ഇല്ല. അല്ല, അവന്റെ ടോൺ ശരിയല്ല. നീ വിട്ടേ ഓ. അതെ, നിനക്ക് എന്തേലും വൈരാഗ്യം ഉണ്ട് എന്നോട് തുറന്നു പറ. അല്ലാതെ പൊന്നു സുഹൃത്തെ, നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് കാണും. പിന്നെ ഞാനെന്തിനാ തന്നോട് ദേഷ്യപ്പെടും? അല്ല, പിന്നെ നീ അപ്പൊ ഞാൻ ചോദിച്ചൊരെടുത്ത് തീപ്പെട്ടി എടുത്ത് എനിക്ക് പെട്ടെന്ന് എടുത്ത് എന്നെ അവോയ്ഡ് ചെയ്യുക. പിന്നെ ഞാൻ വന്നു കഴിഞ്ഞപ്പോ ഓക്കെ അങ്ങനെ പറയണ്ട. ഞാനിച്ചിരി തിരക്കായി പോയി. നിന്റെ ടോൺ ശരിയല്ല. ചേട്ടനൊന്ന് പോയേ. എന്താണ് നീ അങ്ങനെ സംസാരിച്ച? നീ ഒന്ന് പോയേ. ഞാൻ ചോദിക്കട്ടെ, നീ ഒന്ന് പറ. നീ ഒന്ന് പോയെന്ന് നീ എന്നോടൊന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറയാറില്ലല്ലോ. ചേട്ടനൊന്ന് പോയെന്ന് പറഞ്ഞു. ചേട്ടനൊന്ന് പോയേ. കണ്ട, റേഞ്ച് വ്യത്യാസമുണ്ട്. ഇവന്റെ ടോണിന് റേഞ്ച് വ്യത്യാസമുണ്ട്. ഇവൻ പറഞ്ഞു താഴ്ന്നു പോയേ എന്ന് പറഞ്ഞു. അയാളെ ബുദ്ധിമുട്ടിച്ചതുകൊണ്ടല്ലേ പറഞ്ഞതിപ്പാ. നീ വിട്ട. അയാൾക്ക് ഒരു വൈരാഗ്യമല്ല, ബുദ്ധിമുട്ടില്ലെന്നേ. വൈരാഗ്യം കാണും ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക്. എന്തോ അങ്ങോട്ട് വൈരാഗ്യം ഉണ്ടെങ്കിൽ ആ ചേട്ടൻ കാണിക്കില്ലല്ലോ.
ചിരിച്ചെന്നും പറഞ്ഞു വൈരാഗ്യമില്ലാതാവൂ. അങ്ങനൊന്നും അവൻ ഇല്ലെന്നേ. എന്തേലും നിങ്ങൾ വാ. വഴക്കൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. കത്തിക്കുന്നതിന് മുമ്പ് നമ്മൾ ചോദിക്കണം. അത് പിന്നെ ചോദിക്കാതെ വാ, തീപ്പെട്ടി കൊടുക്കട്ടെ. കൊടുത്തിട്ട് വാ. ടാ, ഇങ്ങോട്ട് നോക്ക്. നിനക്ക് എന്തേലും വൈരാഗ്യം ഉണ്ട് എന്നോട് തുറന്ന് സംസാരിക്കണം. അല്ലാതെ മനസ്സിൽ വെച്ചോണ്ടിരുന്നിട്ട് എന്നോട് ഞാൻ തീപ്പെട്ടി ചോദിച്ചു കഴിഞ്ഞപ്പോ ഇങ്ങനെ അങ്ങോട്ട് തരേണ്ട എന്റെ കാര്യം. പൊന്നു ചേട്ടൻ എനിക്ക് ചേട്ടന് വൈരാഗ്യമൊന്നുമില്ല. ഒന്ന് പോയേ. നിനക്ക് എന്തേലും മേത്തോട്ട് കളിക്കരുതിട്ടാ. കയ്യെ തട്ടരുതെന്ന്. കയ്യെ തട്ടിയത് താനെന്താ വേഷം കെട്ടി തട്ടരുത് ഞാൻ പറഞ്ഞു. തട്ടരുത്. പോയത് താടിക്ക് തട്ടരുത്. താടിക്കിട്ട് തട്ടരുത്. മാറ്റി സംസാരിക്കണം. ചേട്ടനോട് ഞാൻ മര്യാദ പറയണത്. നീ കൈക്കിട്ട് തട്ടില്ലേട്ടാ. തട്ടരുതെന്ന്. നീ ചുമ്മാ ഇരുടാ. നിങ്ങൾ ഇതോ. അയ്യോ, ചേട്ടാ, തല്ലല്ലേ ചേട്ടാ. കുറെ നേരം. ചേട്ടാ, തല്ലല്ലേ ചേട്ടാ, വേണ്ട. മനുഷ്യന്റെ ചേട്ടാ, ക്ഷമേനെ അയ്യോ, പരീക്ഷിക്കണം. ചേട്ടാ, വേണ്ട ചേട്ടാ. ഒറ്റയ്ക്ക് വീട്ടിൽ പോടാ. ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ നാട്ടുകാരുടെ തല്ലുള്ള ഞാൻ നിൽക്കില്ലെന്ന്. പറഞ്ഞില്ല അവൻ എന്നോട് എന്തോ വൈരാഗ്യം. മനുഷ്യൻ നിങ്ങളുടെ തല്ല് ചോദിച്ചു വാങ്ങിച്ചല്ലേ. അയാൾക്ക് ഒരു വൈരാഗ്യം അല്ലെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു. അയാൾ എത്ര പ്രാവശ്യം പറഞ്ഞു. അപ്പൊ നിനക്കും ഇപ്പൊ എന്നോട് വൈരാഗ്യല്ലേ? ദേ കിടക്കുന്നു.